അത് പിന്നെ ഞങ്ങൾ പ്രധാനമായും ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഉന്നയിച്ച ഒരു എതിർവാദം എന്ന് പറയുന്നത്, ഇവർ പറഞ്ഞിരിക്കുന്ന ഈ വാദങ്ങളൊന്നും ജനപ്രാതിനിധ്യ നിയമത്തിലെ 101D(4) വകുപ്പ് പ്രകാരം നിലനിൽക്കുന്നതല്ല. കാരണം അവർ പറയുന്നത് ഈ ആബ്സെന്റി വോട്ടേഴ്സ്, നമ്മൾ വീടുകളിൽ ഉണ്ടായിരുന്ന വോട്ടർമാരെ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള വീഴ്ചകളാണ്. ആ വീഴ്ചകൾ കാരണമാണ് 348 വോട്ടുകൾ അസാധുവായി മാറിയത്. ഇതിനകത്ത് 38 വോട്ടിനാണ് നജീബ് കാന്തപുരം ജയിക്കുന്നത്. അപ്പോൾ ഈ 348 വോട്ടുകളും സാധുവായി കണക്കാക്കി അത് എണ്ണണം എന്നുള്ളതായിരുന്നു ആവശ്യം. പക്ഷേ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഗൈഡ് ലൈനിലൂടെയാണ്. ഈ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന് ഭരണഘടനയുടെ 324 ആർട്ടിക്കിൾ പ്രകാരം സിദ്ധിച്ചിട്ടുള്ള അധികാരങ്ങളോട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നിയമമോ അതല്ലെങ്കിൽ ഒരു ഉത്തരവോ ഒന്നുമല്ല. അങ്ങനെ വരുമ്പോൾ ഈ നിയമം പ്രകാരം അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻ പ്രകാരമുള്ള വീഴ്ച ഉണ്ടെങ്കിൽ പോലും ആ വോട്ട് കൌണ്ടിംഗ് ടേബിളിൽ എത്തുമ്പോൾ, കൌണ്ടിംഗ് ഓഫീസറുടെ മുമ്പാകെ എത്തുമ്പോൾ ആ വോട്ട് അസാധുവാണ്. അത് അദ്ദേഹത്തിന് എണ്ണുവാനുള്ള അധികാരമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജനപ്രാതിനിധ്യ നിയമവും അതിന്റെ ചട്ടങ്ങളോ അനുസരിച്ച് അത് റിജക്ട് ചെയ്യുക, അത് അസാധുവായി കണക്കാക്കി മാറ്റിവെക്കുക, ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കണ്ടെത്തിയെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇവിടെ വേറൊരു വശവും കൂടി ഉണ്ടായിട്ടുള്ളത്, ഇവിടെ 348 വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും അവർക്ക് തന്നെ ഒരു സംശയം ഉളവാക്കാനോ അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാനോ പറ്റിയത് വെറും 263 വോട്ടുകൾ മാത്രമാണ്. ഈ 263 വോട്ട് വന്നാലും വീണ്ടും 48ഓളം വോട്ടുകളും ഈ കാറ്റഗറിയിൽ തന്നെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴും എണ്ണുക എന്ന് പറയുന്ന നിയമപ്രകാരം സാധ്യമായ ഒരു വസ്തുതയല്ല. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ 6 കൌണ്ടിംഗ് ടേബിളിലാണ് ഇത് എണ്ണിയിട്ടുള്ളത്, ഈ വോട്ടുകൾ. അത് മുസ്തഫയുടെ ഏജന്റുമാർ, കൌണ്ടിംഗ് ഏജന്റുമാർ എല്ലാവരും ഒപ്പിട്ട് സമ്മതിച്ചതിന് ശേഷമാണ് ഏറ്റവും അവസാനം വെറും മാർജിൻ 38 വോട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നീക്കവുമായി അവർ കടന്നത്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിവിധ വിധികൾ, അതായത് ഒരു 7 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അടക്കം വിധികൾ ഞങ്ങൾ അവലംബിച്ചിരുന്നു. അത് ബഹുമാനപ്പെട്ട കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ബാലറ്റ് പെട്ടി ഏകദേശം 45 കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ബോക്സ്. ബാലറ്റ് പെട്ടിയല്ല, ബാലറ്റും അതുപോലെ തന്നെ ഇതിന്റെ പേപ്പേഴ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി, അത് നമ്മൾ സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുന്ന സാധനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അത് തുറന്ന് ഹൈക്കോടതിയിൽ എത്തിക്കുന്നതിന് ശ്രമിച്ചപ്പോഴാണ് ഇത് അവിടെ നിന്നും മാറ്റിയിരിക്കുന്നു അല്ലെങ്കിൽ മാറപ്പെട്ടിരിക്കുന്നു. വളരെ മോശമായ ഒരു കണ്ടീഷനിലാണ് പിന്നീട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ് കണ്ടെത്തിയത്. വളരെ ദുരൂഹമായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്നിരുന്നാലും ഞങ്ങൾ നിയമത്തിൽ തന്നെയാണ് നിന്നത്. കാരണം അതിന്റെ പേര് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളെ സംശയിക്കാം. കാര്യം ഞങ്ങളിത് നീട്ടിക്കൊണ്ടുപോയി, കാരണം MLA എന്നുള്ളത് ഞങ്ങൾക്ക് അതിനൊന്നും ആവശ്യമില്ല. നിയമപ്രകാരം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഹർജി നിൽക്കുന്നതല്ല, അത് വിജയിക്കാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആ നിയമത്തിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ടാണ്, ഊന്നിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നു, അവിടെയൊക്കെ പോയി പരിശോധന നടത്തിയിരുന്നു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അതിനകത്ത് വളരെ കൃത്യമായിട്ട് ടാമ്പേഡ് ആണെന്ന് റിപ്പോർട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ ആ ഭാഗത്തേക്ക് കൂടുതൽ ഊന്നൽ നൽകിയിട്ടില്ല. കാരണം നിയമപ്രകാരം തന്നെ തെരഞ്ഞെടുപ്പ് ഹർജി വിജയിക്കുന്നതല്ല. അവർക്ക് സുപ്രീം കോടതിയിൽ പോവാം, സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാമെന്ന്. കാരണം ഇതൊരു ഒറിജിനൽ ഓർഡറാണ്. ഇത് ഹൈക്കോടതിയുടെ, നമ്മൾ സാധാരണ മുനിസിപ്പൽ കോർട്ടിൽ നിന്നൊക്കെയുള്ള ഉത്തരവ് പോലെ അതിനെതിരെ നമുക്ക് ജില്ലാ കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ അപ്പീൽ പോകാനുള്ള വകുപ്പുള്ളതുപോലെ തന്നെ ഇലക്ഷൻ പെറ്റീഷനിൽ ഇവിടുത്തെ ജഡ്ജ്മെന്റിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ അവർക്ക് സമീപിക്കാവുന്നതാണ്.